എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇഡ്ലിയുടെയും ദോശയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ അതീവ രുചിയിൽ തയ്യാറാക്കിയെടുത്ത റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. പരിപ്പോ അധികം പച്ചക്കറിയൊന്നും ചേർക്കാതെ സവാളയും തക്കാളിയും കൊണ്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയോടുകൂടി നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. വീഡിയോയുടെ ലാസ്റ്റ് ഈ ഒരു കറിയുടെ അകത്തേക്ക് നമ്മളൊരു പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണൂ. എന്നിട്ട് ഇത് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാള. സവാള ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരെണ്ണാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് സവാളയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. സവാള ഘനം കുറഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. തീ സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. സവാള നമുക്കൊന്ന് വഴണ്ട് കിട്ടണം. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമല്ലോ. ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത് 2 എണ്ണമാണ്. നല്ല പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ തക്കാളി ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇഡ്ലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന പലതരം ചട്നികളും കറികളും ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. തക്കാളി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് ഞാൻ 3 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ അളവും ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഈ സവാളയും തക്കാളിയും നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ഒരു പകുതി വഴണ്ട നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. തക്കാളിയിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം ഇറങ്ങിക്കോളും. അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ഇത് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ സവാളയും തക്കാളിക്ക് ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അതായത് ഈ കുഴഞ്ഞ രീതിയിൽ തന്നെ കിട്ടണം. എങ്കിലാണ് നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് ചെറിയ തീയിലിട്ടിട്ട് ആവി വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടിക്കോളും. വെള്ളമൊന്നും ചേർത്ത് ഈ സമയത്ത് വേവിച്ചെടുക്കരുത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സാമ്പാർ പൊടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ നിങ്ങൾ ഏത് സാമ്പാർ പൊടിയാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്തോളൂ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയാണ്. റെസിപ്പി നമ്മുടെ ചാനലിൽ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സാമ്പാർ പൊടിയിലേക്ക് നമ്മൾ ഉലുവയും കായവും ഒക്കെ ചേർത്തത് കൊണ്ട് ഇനി സെപ്പറേറ്റ് അതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം ചേർത്തിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം ആയിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് തീ സ്വല്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഈ സമയത്ത് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് 2 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവ് തോന്നി. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് ഒരു 4 മിനിറ്റെങ്കിലും നല്ലപോലെ ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് വീഡിയോയുടെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇതിനകത്തേക്ക് ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടുകടലയുടെ പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ആറി കിട്ടിയിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിത് പൊടിച്ചിട്ട് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുഴുവനായിട്ട് കറിയിലേക്ക് ആവശ്യമില്ല. ഇതിൽ നിന്ന് ഒരു 2.25 ടേബിൾ സ്പൂൺ ഞാനൊരു ബൗളിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടകളൊക്കെ നമ്മൾക്ക് മാറിക്കിട്ടും. ഇനി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കറിയിലേക്ക് ചേർക്കണമെന്ന് വെച്ചാൽ ആവാട്ടോ. പിന്നെ എത്രയാണോ കറി തയ്യാറാക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഈ പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക.
അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു സവാളയുടെയും തക്കാളിയുടെയും കളവനുസരിച്ചിട്ടാണ് ഈ ഒരു പൊട്ടുകടലയുടെ പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ പൊട്ടുകടലയുടെ പൊടി നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പം നമ്മുടെ കറി നല്ല തിക്കായിട്ട് വരും. വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഈ ഒരു സാമ്പാർ കിട്ടുക. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് നമ്മൾക്കിത് കൊടുത്തുവിടാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ തീ ഈ സമയത്ത് ഒന്ന് കുറച്ച് വെച്ചിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. കാരണം ഇത് പെട്ടെന്ന് അങ്ങനെ തിക്കായി പോവും. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്കിവിടെ റെഡിയായി കിട്ടും. ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കടുകൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. ദോശയുടെയും ഇഡ്ലിയുടെയും മസാല ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് സവാളയും തക്കാളിയും കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.